നിങ്ങൾ പറഞ്ഞെന്താ സർക്കാരിന് ബാധ്യതയില്ല എന്ന് മന്ത്രി അന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശ പ്രവേശനം കണക്കെടുത്തപ്പോൾ 13 ലക്ഷം ചെലവായിട്ടുണ്ട്. അതെന്തിനാണ് ചെലവായത്? അതും ഇതും രണ്ടും രണ്ടല്ലേ? നമ്മൾ മെസ്സിയെ കാണാൻ ആരെങ്കിലും ഇവിടുന്ന് പോയിരുന്നു? ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ച്, സ്പെയിനിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇവരുടെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനിടയായി. നമ്മൾ അന്ന് ആഗ്രഹിച്ചെന്താ? കോഴിക്കോട് വരുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അർജന്റീന പോലുള്ള, അർജന്റീന എന്ന് നമ്മൾ തീരുമാനിച്ചില്ല, അർജന്റീന പോലുള്ള ലോക നിലവാരമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കണം. ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു വാർത്ത ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ സ്പെയിനിൽ തന്നെ നമ്മുടെ മിനിയാന്ന് നമ്മുടെ ഓഫീസിൽ അവർ വന്നിരുന്നല്ലോ. റിയൽ മാഡ്രിഡിന് അവർക്ക് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ക്ലബ്ബല്ല, നിരവധി ക്ലബ്ബുകൾ വരുന്നുണ്ട് വിദേശത്തുള്ള. അപ്പം അതെല്ലാം വാർത്തയാക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരം ലാലീഗ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ലീഗ് മത്സരങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയുണ്ട് സ്പെയിനിൽ. സത്യത്തിൽ അവരെയാണ് ഞങ്ങൾ കണ്ടത്. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്ന കോളേജ് ലീഗ്, അതിന്റെ ഏറ്റവും നല്ല നടത്തിപ്പ് എങ്ങനെയാണ്? കാരണം ഒരു രാജ്യത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കോളേജ് ലീഗ് നടപ്പിലാക്കുന്നത്. അതിപ്പോൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും സ്കീമുകളുണ്ടോ? നമ്മളെ സഹായിക്കാൻ കഴിയുമോ? ഇത് ടാലന്റ് കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കോളേജ് ലീഗ്. ലാലിഗ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രീമിയർ ഫുട്ബോൾ നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു കമ്പനിയാണ്. അവരുമായി സംസാരിച്ചു. അതും അവിടുന്ന് ഉണ്ടായതാ. അതെന്താ വാർത്തകളാവാത്തത്? അപ്പോൾ ഇതെല്ലാം അന്ന് വസ്തുത എന്നിരിക്കെ അനാവശ്യമായിട്ടുള്ള ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കരുത് എന്നുള്ള അഭ്യർത്ഥന ഉണ്ട്. ഇത് ആരെങ്കിലും എന്തും പറയുന്ന ഒരു വാർത്ത എടുത്ത് പറയുന്നു. ഇപ്പോൾ ലിയാൻഡ്രോ, എന്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ ഒരു സാധനം, എന്തായാലും പറയാ, പ്രൊഫൈൽ, അത് ഇതല്ല. ഇനിയിപ്പോൾ മറ്റെന്താണെന്നാണ് എനിക്കറിയാം. എന്റെ കയ്യിലുള്ള പറയുന്നത്. അപ്പോൾ ഒന്നാമത് ലിയാൻഡ്രോ നിലവിലൊരു കാര്യത്തിന് തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിന്റെ ലംഘനമാണ്. അതുകൂടി മനസ്സിലാക്കണം. ആ കരാറിൽ പ്രത്യേകമുണ്ട്. കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാർ ലംഘനം. കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം. അപ്പോൾ ആ വാർത്ത ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളാരും ഈ ഒരു സംവിധാനത്തിൽ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. അർജന്റീന ലോകകപ്പ് വന്ന സമയത്ത് ഇത്രയും അധികം ആരാധകർ ഫുട്ബോളിനുണ്ടായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് ലോക ചാമ്പ്യൻ അടക്കമുള്ള ടീമിനെ കേരളത്തിൽ കളിപ്പിക്കുക, അത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ആഗ്രഹമാണ്. അതിന് സർക്കാരിന്റെ കയ്യിൽ നിന്ന് 100 കോടിയോ 200 കോടിയോ എടുത്ത് ചെലവഴിക്കാനൊന്നും കഴിയില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, സർക്കാർ ചെയ്യുകയും ചെയ്യില്ല. അതിന് ബന്ധപ്പെട്ട സ്പോൺസേഴ്സിനെ കണ്ടെത്തുക. ആദ്യം നമ്മൾ സ്പോൺസറെ കണ്ടെത്തി. ആ സ്പോൺസർ എലിജിബിൾ ആണെന്ന് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിയിച്ചു. ആ സ്പോൺസർ അവരെ അറിയിച്ചു, നിങ്ങൾ എലിജിബിൾ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് വസ്തുത എന്നിരിക്കെ സുതാര്യമായ രീതിയിൽ നമ്മൾ ഇവരെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിന്റെ, റിസർവ് ബാങ്കിന്റെ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ, കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിന്റെ ഇതെല്ലാം അനുമതികളോട് കൂടി മാത്രമേ അവരെ ക്ഷണിക്കാനും പണം അയക്കാനും കഴിയുള്ളൂ. ഈ ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കരാർ ലംഘനം എന്നുള്ള കരാറിൽ ഇവരല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിൽ ഈ ഡേറ്റിന് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവോയ്സ് തരാതെ പണം കൊടുക്കാൻ കഴിയില്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കേരളത്തിന്റെ താല്പര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ വ്യക്തിത്വം നടത്തുക എന്നുള്ളത് ഇതിൽ കൂട്ടിക്കൊടുക്കാതിരിക്കുക.